ഹലോ എവരിവൺ, സെറ്റ് ക്രാക്കർ എന്ന IPLSന്റെ മുൻകാല സെറ്റ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുന്ന സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ മുൻപ് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സെറ്റിൻ്റെ പ്രീവിയസ് 2024 ജൂലൈയിൽ നടന്ന സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 21ാമത്തെ ടെസ്റ്റർ ഈസ് എ മാൻ ഹൂ മെയ്ഡ് എ വിൽ, എ വിമൻ ഹൂ മെയ്ഡ് എ വിൽ ഈസ്. അതായത് വിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വിൽപത്രമുണ്ടല്ലോ, അത് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ സ്വത്തുവകൾ അല്ലെങ്കിൽ നമുക്ക് ഇന്നതൊക്കെ നമ്മുടെ ആഗ്രഹം എന്ന് നമ്മൾ മറ്റൊരാളെ അറിയിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വിൽപത്രം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത് നിർമ്മിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റേറ്റർ. ഓക്കെ, ഈ ടെസ്റ്റേറ്റർ എന്ന് പറയുന്ന ഒരു മാനാണ്, ഒരു പുരുഷ പുല്ലിംഗമാണ്. എ വിമൻ ഹൂ മെയ്ഡ് എ വിൽ ഈസ്, ഈ വിൽപത്രം തയ്യാറാക്കുന്ന ഒരു വനിതയെ, ഒരു സ്ത്രീയെ നമ്മൾ എന്ത് വിളിക്കുന്നതാണ് ചോദ്യം. അപ്പോൾ ഇത് ഏത് ടോപ്പിക്ക് വരുന്നത് വെച്ചാൽ ഫെമിനൈൻ ജെൻഡർ, മസ്കുലൈൻ ജെൻഡർ, ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വേറെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ടെസ്റ്റേറ്റർ എന്ന വേർഡിൻ്റെ എന്താണ് ഫെമിനൈൻ ജെൻഡർ എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതിൻ്റെ ആൻസറായി വരുന്നത് ടെസ്റ്റാട്രിക്സ് ആണ് കേട്ടോ. ബി ഓപ്ഷനാണ്, ടെസ്റ്റാട്രിക്സ് ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അതിൻ്റെ വേറെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ബി ടെസ്റ്റാട്രിക്സ് ആണ്. ഓർത്ത് വെച്ച് പഠിക്കുക, എഴുതി വെച്ച് പഠിക്കുക. ടെസ്റ്റേറ്റർ എന്ന വേർഡിൻ്റെ അർത്ഥം അതും കൂടി ഓർത്തിരിക്കുക. എ മാൻ ഹൂ മെയ്ഡ് എ വിൽ, ഒരു വിൽപത്രം തയ്യാറാക്കുന്ന ആളാണ് ടെസ്റ്റേറ്റർ. അത് തയ്യാറാക്കുന്ന ഒരു വനിത അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റാട്രിക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ നെയിം ഓഫ് ദ ക്യാപിറ്റൽ ഓഫ് എ കൺട്രി ഫ്രം ദ ഫോളോയിങ് ക്ലൂസ്. ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. താഴെ തന്നിരിക്കുന്ന ക്ലൂ ഉപയോഗിച്ച്, അതായത് സൂചനകൾ ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കണം ഏതാണ് സിറ്റി എന്ന്. ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് എ സൗത്ത് അമേരിക്കൻ കൺട്രി. ഒരു സൗത്ത് അമേരിക്കൻ കൺട്രിയുടെ ക്യാപിറ്റലാണ്. വളരെ ഷുവറാണ്, ആ ക്ലൂവിൽ നമുക്ക് ഉത്തരത്തിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ക്ലൂ, ദ നെയിം ഓഫ് ദ ക്യാപിറ്റൽ ഈസ് the same as the main character of Old Man and the Sea by Ernest Hemingway. അവിടെ വെച്ച് തന്നെ നമുക്ക് ഒരു നല്ലൊരു ഒരു ഊഹം കിട്ടും. മൂന്നാമത്തെ ക്ലൂവിലേക്ക് ഒന്നും പോകണ്ട. ആ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടുന്ന് വെച്ചൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് അവിടെ ഉത്തരം കിട്ടും. അതെന്താ പറയുന്നത്? ഏണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, കിഴവനും കടലും, കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന കൃതിയിലെ മെയിൻ ക്യാരക്ടറിൻ്റെ പേരാണ് ഈ സിറ്റിക്ക്. ആർക്കെങ്കിലും ഊഹം വരുന്നുണ്ടോ? ശരി, മൂന്നാമത്തെ ക്ലൂവും കൂടെ വായിച്ചിട്ട് നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. ദ പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ദ നോവൽ ആൽക്കമിസ്റ്റ് ഓഫ് പൗലോ കൊയ്ലോ ഓൾസോ ഹാസ് ദ സെയിം നെയിം. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവലിലെ പ്രൊട്ടഗോണിസ്റ്റ് ആയ ആ ക്യാരക്ടറിൻ്റെ പേരും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സിറ്റിയുടെ പേര്? ഇപ്പോൾ ഒരു സിറ്റിയുടെ പേരാണ്, അതുപോലെ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് സീയിലെ മെയിൻ ക്യാരക്ടറാണ്, അതുപോലെ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന കൃതിയിലെ പ്രൊട്ടഗോണിസ്റ്റിൻ്റെ പേരും സെയിം ആണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. സ്റ്റാൻലി, വില്യംസ്റ്റഡ്, ലിമ, സാന്റിയാഗോ. ഓപ്ഷൻ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, കാരണം ഈ ഒരു ക്യാരക്ടർ വളരെ ഫേമസ് ആണ് അല്ലേ? സാന്റിയാഗോ അല്ലേ? ഏത് നമ്മുടെ ഓൾഡ് മാൻ ആൻഡ് സീ എന്നതിലൂടെ വളരെ ഫേമസ് ആയ ക്യാരക്ടറാണ് ഇത് സാന്റിയാഗോ. ഓക്കെ, അതിന് അഡീഷണൽ ആയിട്ട് ആൽക്കമിസ്റ്റ് എന്ന പൗലോ കൊയ്ലോയുടെ കൃതിയിലെ പ്രൊട്ടഗോണിസ്റ്റിൻ്റെ പേര് എന്ത് തന്നെയാണ്? സാന്റിയാഗോ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് സാന്റിയാഗോയാണ്. ഈ സാന്റിയാഗോ എന്ന് പറയുന്നത് ചിലിയുടെ തലസ്ഥാനമാണ്. ഓക്കെ, സാന്റിയാഗോ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ചിലി എന്ന ഒരു സൗത്ത് അമേരിക്ക. അപ്പോൾ ഇതിനകത്ത് 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉത്തരം സാന്റിയാഗോ എന്ന് കിട്ടിയാൽ അവിടെ വിടരുത്. ഉത്തരം സാന്റിയാഗോ നമുക്ക് നോക്കണം ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് സാന്റിയാഗോ. അപ്പോൾ ചിലിയുടെ തലസ്ഥാനമാണ് സാന്റിയാഗോ. ഇനി ഒന്നാമത്തെ ഓപ്ഷൻ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് എ സൗത്ത് അമേരിക്കൻ കൺട്രി അല്ലേ? ഒരു സൗത്ത് അമേരിക്കൻ കൺട്രിയുടെ ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അസംഷൻ എടുക്കാൻ പറ്റുന്നത് ചിലി ഈസ് എ സൗത്ത് അമേരിക്കൻ കൺട്രി അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്ത് എടുക്കാൻ പറ്റുമല്ലോ. ശരി, അടുത്ത നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് കുറച്ച് കാര്യം കൂടെ നോക്കാം. സ്റ്റാൻലി is the capital city of Falklands Island, which is not a country but a British overseas territory. രാജ്യമല്ല, ഫാക്ലാൻഡ്സ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തിൻ്റെ ക്യാപിറ്റലാണ് സ്റ്റാൻലി എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ. അത് ആക്ച്വലി ഒരു രാജ്യമല്ല, പക്ഷേ ഒരു ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറിയാണ് കേട്ടോ. അപ്പോൾ ഫാക്ലാൻഡ്സ് ഐലൻഡിൻ്റെ തലസ്ഥാനമാണ് സ്റ്റാൻലി. ഓക്കെ, അടുത്ത വില്യംസ്റ്റഡ് ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ്
Curacao, an island which is a constant country of Netherlands. നെതർലാൻഡ്സിൻ്റെ ഒരു കോൺസ്റ്റന്റ് കൺട്രിയായ Curacao എന്ന ഒരു ഐലൻഡിൻ്റെ ക്യാപിറ്റലാണ് ഇത് വില്യംസ്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട് കിട്ടിയ വിവരങ്ങൾ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ കൃത്യമായി കാണാൻ പിടിച്ചു വെക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. പക്ഷേ നമുക്ക് ഓപ്ഷൻസ് എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവുന്നൊരു കാര്യമാണ്. നമ്മൾ ഏത് പരീക്ഷ എഴുതിയാലും അതിൻ്റെ ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പാറ്റേണുകൾ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ സീരിയസ് ആയിട്ട് എക്സാം നടക്കുന്ന പോസ്റ്റുകളുണ്ട്. ഈ LD ക്ലർക്ക്, അതുപോലെ LP UP, അങ്ങനെയൊക്കെയുള്ള കുറേ പോസ്റ്റുകളുണ്ടല്ലോ. സീരിയസ് ആയിട്ട് എക്സാം നടക്കും, കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായിട്ട് ഇത്ര ഇടവേള കൂടുമ്പോൾ വിളിച്ചുകൊണ്ടിരിക്കും, ബൾക്ക് വേക്കൻസികളൊക്കെ ഉണ്ടാകുന്ന എക്സാം. അത് തന്നെ ഒരുപാട് ഭാഗങ്ങളായിട്ടായിരിക്കും, ഓരോ സെഗ്മെൻ്റ് ആയിട്ട്, കൊല്ലം തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരുമിച്ച് അങ്ങനെ കുറേ സെറ്റായിട്ടായിരിക്കും എക്സാം നടക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പരീക്ഷകളെ സംബന്ധിച്ച്, അതുപോലെ നമ്മുടെ സെറ്റ്, കേറ്ററ്റ് തുടങ്ങിയ പരീക്ഷകളെ സംബന്ധിച്ച് ഇതൊക്കെ സീരിയസ് ആയിട്ട് നടക്കുന്ന എക്സാമുകളായതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റായി ചോദിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻസ് വർക്ക് ചെയ്യുന്ന ഗുണമാണ്. ഒന്ന്, അത്രയും കൂടെ അറിവ് നമുക്ക് കിട്ടും. രണ്ട്, അതുമായി ബന്ധപ്പെട്ടിരുന്ന മറ്റേതൊരു പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ നമുക്ക് എഴുതാൻ സാധിക്കും കേട്ടോ. അതുകൊണ്ട് ഏത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും ഉത്തരം എന്തോ ആയിക്കോട്ടെ, ഓപ്ഷൻസിനെ കൂടി ഒന്ന് ഗവനിച്ചേക്കണം. ഓക്കെ, ലിമ അടുത്ത ഓപ്ഷൻ ആയിരുന്നു ലിമ. ലിമ എന്ന് പറയുന്നത് പെറുവിൻ്റെ തലസ്ഥാനമാണ്. പെറു എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ലിമ. ഓൾസോ ലിമ ഈസ് ദ കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സെൻറ്റർ ഓഫ് പെറു. പെറുവിൻ്റെ കൊമേഴ്സ്യലും ഇൻഡസ്ട്രിയലുമായിട്ടുള്ള, അതായത് വാണിജ്യപരമായും ഇൻഡസ്ട്രിയൽ സെൻറ്ററുമായി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു സിറ്റിയാണ് ഇത് ലിമ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ലിമ ഇസ് ദ ലാർജസ്റ്റ് സിറ്റി ഇൻ പെറു. പെറുവിലുള്ള ലാർജസ്റ്റ് സിറ്റിയാണ് ലിമ. അപ്പോൾ പെറുവിൻ്റെ തലസ്ഥാനമാണ് ലിമ. ക്ലിയർ? സംശയമൊന്നുമില്ലല്ലോ. ശരി, അപ്പോൾ ഈ ഓപ്ഷൻ വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദി സീ എന്നൊരു ക്ലൂ തന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാം ഇതിൻ്റെ ഉത്തരം എഴുതും എന്നുള്ള കാര്യം മറന്നുപോയി. ഓക്കെ, അടുത്ത നോക്കിയുള്ള ഒരു അസേഷനും അതിൻ്റെ റീസണാണ് വന്നിരിക്കുന്നത്. കൃത്യമാണെന്ന് നോക്കുക. ദ ഇന്റർനെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇന്റർകണക്റ്റഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ലിങ്ക്ഡ് ട്രാൻസ്മിഷൻ മീഡിയം സച്ച് ആസ് ഫൈബർ ഒപ്റ്റിക് കേബിൾസ്, ട്രാൻസ്മിഷൻ വയേഴ്സ്, വിങ് കണക്ഷൻസ് എക്സെട്ര. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് കുറേ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ ഒരു ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്കാണ്. ലിങ്ക്ഡ് ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത് ഫൈബർ ഒപ്റ്റിക്സ്, കേബിൾസ്, ട്രാൻസ്മിഷൻ വയേഴ്സ്, വിങ് കണക്ഷൻസ്. അതിൽ പ്രശ്നമൊന്നുമില്ല, അത് ശരിയാണ്. ഓക്കെ, ആ റീസൺ നോക്കിയോളൂ. റീസണായിട്ട് തന്നിരിക്കുന്ന നോക്കിയോളൂ. വേൾഡ് വൈഡ് വെബ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ്സൈറ്റ്സ് ഓർ വെബ് പേജസ് സ്റ്റോർഡ് ഇൻ സെർവേഴ്സ് ആൻഡ് കണക്റ്റഡ് ടു ലോക്കൽ കമ്പ്യൂട്ടേഴ്സ് ത്രൂ ദ ഇന്റർനെറ്റ്. അതും ശരിയാണ്. വേൾഡ് വൈഡ് വെബ്, WWW എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് വെബ്സൈറ്റ്സ് ഓർ വെബ് പേജസ് സ്റ്റോർഡ് ഇൻ സെർവേഴ്സ്, സെർവറുകൾ സ്റ്റോർ ചെയ്യുന്ന വെബ്സൈറ്റുകളുടെ വെബ് പേജുകളുടെയൊക്കെ കളക്ഷനാണ്. ആൻഡ് കണക്റ്റഡ് ടു ലോക്കൽ കമ്പ്യൂട്ടേഴ്സ് ത്രൂ ദ ഇന്റർനെറ്റ്. മറ്റ് ലോക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉൾപ്പെടുന്ന ലോക്കൽ കമ്പ്യൂട്ടറുകളിലേക്ക് ഇന്റർനെറ്റ് വഴി കണക്ട് ചെയ്യുന്നു. അതും ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അസേഷൻ ശരിയാണോ റീസൺ ശരിയാണോ, ഇത് രണ്ടും ചെക്ക് ചെയ്യണം. ഒപ്പം അസേഷൻ്റെ കൃത്യമായ എക്സ്പ്ലനേഷൻ ആണോ റീസൺ എന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യണം. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ബോത്ത് A and R are true and R is the correct explanation of A. എയും ആറും ട്രൂ ആണ്. R എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ ബോത്ത് A and R are true but R is not the correct explanation of A. എയും ആറും ട്രൂ ആണ്, പക്ഷേ ആറ് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നാണ് ബി ഓപ്ഷൻ പറയുന്നത്. സി A is true but R is false. A ട്രൂ ആണ്, R ഫാൾസ് ആണ്. ഡി A is false but R is true. നമുക്കിവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായാലും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ സിയും ഡി ഓപ്ഷൻ നമുക്ക് അവിടെ തന്നെ ഒഴിവാക്കാം അല്ലേ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പക്ഷേ ഇനി നമുക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. R എന്ന് പറയുന്നത് എയുടെ കറക്റ്റായ ഡെഫിനിഷൻ ആണോ എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇൻ്റർനെറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇത് എന്താ വേൾഡ് വൈഡ് വെബ് എന്ന് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഒരിക്കലും ഇതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ അല്ല ഇത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും പക്ഷേ ശരിയാണ് ഇൻഡിവിജ്വലി നോക്കിയാൽ, പക്ഷെ കറക്റ്റ് എന്തല്ല എക്സ്പ്ലനേഷൻ അല്ല. സോ നമ്മുടെ ഓപ്ഷനായിട്ട് വരുന്നത് ബോത്ത് A and R are true but R is not the correct explanation of A. ആറും എയും ട്രൂ ആണ്, പക്ഷേ ആർ എന്തല്ല എയുടെ കറക്റ്റ് അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. യെസ്, ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
In February 2024, the lander of a private US spacecraft, the first American lander on the moon since 1972, touched the surface of the moon. What is the name of the lander? നോക്കൂ, അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണ് നാസ എന്നെല്ലാവർക്കും അറിയാമല്ലോ. ഈ നാസയുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ദൗത്യം, ഒരു പ്രൈവറ്റായിട്ട്, അതായത് ഈ ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ കൂടുതൽ സംഭാവനകൾ ലഭിക്കാനായിട്ട് പ്രൈവറ്റായിട്ടുള്ള കമ്പനികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നാസ നടത്തുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് മൂണിലേക്ക് വിട്ട ഒരു സ്പേസ് ക്രാഫ്റ്റ് മൂണിൽ 2024 ഫെബ്രുവരിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാൻഡറിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2-3 പ്രത്യേകതകളുണ്ട് ഇതിന് കേട്ടോ. ഇത് 1972 ശേഷം ചന്ദ്രനിലേക്ക് അമേരിക്ക അയക്കുന്ന ആദ്യത്തെ സ്പേസ് ക്രാഫ്റ്റ് ആണെന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. 1972 കൂടി ചാന്ദ്ര ദൗത്യങ്ങളൊക്കെ അമേരിക്ക നിർത്തിവെച്ചായിരുന്നു അല്ലേ. അപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനുശേഷം നിർത്തിവെച്ചിരുന്നതാണ്. എന്നാൽ അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഇപ്പോഴാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും മൂണിലേക്കൊരു ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലാൻഡറിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ഒഡീസിയസ്, ആൾട്ടമസ്, ഈഗിൾ ആൻഡ് ചാങ്ങെ 3. ഈ ചാങ്ങെ 3 എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ആലോചിച്ചു അത് ചൈനയുടെയാണ് കേട്ടോ. ഷാങ്ങെ 3 എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ അത് ചൈനയുടെ ആണെന്നുള്ള ഒരു ഓർത്ത്. അപ്പോൾ നമുക്ക് ബാക്കി 3 ഓപ്ഷൻസ് എടുക്കാം. നമുക്ക് അത്യാവശ്യം കേട്ട് പരിചയമുള്ള പേരുകളാണോ എന്ന് ചോദിച്ചാൽ ഈഗിൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ബാക്കിയുള്ള നമ്മൾ അത്ര ഫെമിലിയർ ആണ്. ഇപ്പം കൃത്യമായി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല, അവർക്കറിയാമായിരിക്കും. പക്ഷേ എല്ലാവരും അത് ഫോളോ ചെയ്യുന്നവരാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഒഡീസിയസ് ആണ് കേട്ടോ. ഒഡീസിയസ്. നോക്കൂ, Odysseus is a private-led mission under supervision of NASA, which is a part of NASA's commercial lunar payload services. നാസയുടെ പുതിയൊരു ഒരു പദ്ധതിയാണ് കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസ് എന്ന് പറയുന്ന CLPS. നാസയുടെ മേൽനോട്ടത്തിൽ നടന്ന ഒരു പ്രൈവറ്റ് ലെഡ് മിഷനാണെന്ത് ഈ പറയുന്ന ഒഡീസിയസ് എന്ന ലാൻഡറിനെ ചന്ദ്രനിൽ എത്തിച്ചത്. ഓക്കെ, Odysseus is designed by a private company named Intuitive Machines. Intuitive Machines എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഒഡീസിയസ് എന്ന ലാൻഡർ ഡിസൈൻ ചെയ്തത്. ഓക്കെ, ഒഡീസിയസ് ഹാസ് ബീൻ ലോഞ്ച്ഡ് ഓൺ 2024 ഫെബ്രുവരി 15. 2024 ഫെബ്രുവരി 15 ഇത് ലോഞ്ച് ചെയ്തത്. ലോഞ്ച് വെഹിക്കിൾ ഈസ് സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റ്. ഈ സ്പേസ് എക്സ് എന്ന കമ്പനി അറിയാമല്ലോ അല്ലേ. അമേരിക്കയിലെ ഒരു പ്രൈവറ്റായ ബഹിരാകാശ പര്യവേഷണ കമ്പനിയാണ് സ്പേസ് എക്സ്. അറിയാമോ? ഇത് ഈ സ്പേസ് എക്സിൻ്റെ കമ്പനിയുടെ ഓണറിനെ അറിയാമോ നിങ്ങൾക്ക്? സ്പേസ് എക്സ് കമ്പനിയുടെ ഓണറിൻ്റെ പേര് ഇലോൺ മസ്ക് എന്നാണ്. അറിയാമല്ലോ അല്ലേ. ഇലോൺ മസ്ക് ടെസ്ല ഇലക്ട്രിക് കാർ കമ്പനിയുടെ CEO ആണ്. അതുപോലെ ഇപ്പോൾ നിലവിൽ ട്വിറ്റർ, നേരത്തെ ഉണ്ടായിരുന്ന ട്വിറ്റർ കൂടുതൽ മേജർ ഷെയർ ഹോൾഡർ ആയതോടുകൂടി അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ് അല്ലേ. ട്വിറ്റർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെയാണ്, ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെയാണ്. അതിന് ട്വിറ്റർ വാങ്ങിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയാണ് എക്സ് എന്ന് പേരിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്വിറ്റർ ഇപ്പോൾ എക്സ് ആണ്. അപ്പോൾ ഈ സ്പേസ് എക്സ് എന്ന് പറയുന്നത് എലോൺ മസ്കിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ബഹിരാകാശ പര്യവേഷണ കമ്പനിയാണ്. ഓക്കെ, അവരുടെ റോക്കറ്റായ ഫാൽക്കൺ 9 റോക്കറ്റാണ് ഈ പദ്ധതിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് ഇൻറ്റ്യൂറ്റീവ് മെഷീൻസ് എന്ന് പറയുന്ന കമ്പനി ഡിസൈൻ ചെയ്ത ഒഡീസിയസ് എന്ന ലാൻഡറുമായി പോയ മിഷനാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 ഫെബ്രുവരി 15 ഇത് പോയത്. ഓക്കെ, Odysseus launched on moon on 22nd February 2024 at Malapert A in the south pole of moon. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. മൂണിൻ്റെ സൗത്ത് പോളിൽ, ദക്ഷിണ ധ്രുവത്തിൽ അല്ലേ, സൗത്ത് പോളിൽ ലാൻഡ് ചെയ്ത പോയിന്റിൻ്റെ പേരാണ് മലാപ്പർട്ട് എ. മലാപ്പർട്ട് എ എന്ന് പറയുന്ന സ്പോട്ടിലാണ് ഒഡീസിയസ് എന്ന ലാൻഡർ ലാൻഡ് ചെയ്തിട്ടുള്ളത്. ലാൻഡ് ചെയ്തത് 2024 ഫെബ്രുവരി 22, ഫെബ്രുവരി 22, 23 ഒക്കെ പറയുന്നുണ്ട്. ഫെബ്രുവരി 22 തൽക്കാലം അറിയാം. ലാൻഡ് ചെയ്തത് സൗത്ത് പോളിലുള്ള മലാപ്പർട്ട് എ എന്ന് പറയുന്ന പോയിന്റിലാണ്. ഈ സൗത്ത് പോളിന് പ്രാധാന്യമുണ്ട്. സൗത്ത് പോൾ ഓഫ് മൂൺ എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്പോസ്ഡ് അല്ല. നമ്മളെപ്പോഴും കാണുന്നത് പ്രകാശപൂർണമായ നോർത്ത് പോളാണ്. സൗത്ത് പോൾ ഇരുണ്ട ധ്രുവമാണ്. അവിടെ ആദ്യമായി ഒരു ലാൻഡ് ചെയ്യിപ്പിച്ച രാജ്യം ഏതാണെന്നറിയാമോ? അത് നമ്മുടെ ഇന്ത്യയാണ് അല്ലേ.
നമ്മൾ വളരെ വളരെ ആകാംക്ഷയോടും ആഹ്ലാദത്തോടും കൂടി വരവേറ്റ ഒരു ന്യൂസ് ആയിരുന്നു അല്ലേ, ചന്ദ്രയാൻ 3യുടെ ലോഞ്ചും അതുപോലെ ലാൻഡിങ് അല്ലേ. ആ ഒരു ലാൻഡിങ് സൗത്ത് പോളിലായതോടുകൂടി സൗത്ത് പോൾ ആദ്യം ചന്ദ്രയാൻ 2 ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ചന്ദ്രയാൻ 3 കൃത്യമായി വളരെ വളരെ പ്ലാൻ ചെയ്ത പോലെ കൃത്യമായിട്ട് ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലാൻഡ് ചെയ്തതുപോലെ ചന്ദ്രൻ്റെ സൗത്ത് പോളിലാണ് ഈ അമേരിക്കയുടെ നാസയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രൈവറ്റ് ലെഡ് മിഷനും പോയി ലാൻഡ് ചെയ്തിട്ടുള്ളത്. ദ മിഷൻ ലാസ്റ്റഡ് ഫോർ 7 എർത്ത് ഡേയ്സ്. നമുക്കറിയാം ചന്ദ്രനിലാണ്, അവിടെ പോയി ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ 7 ദിവസമാണ് ഇവിടെ എന്താണ് കൃത്യമായിട്ട് അതിന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം അതിനുശേഷം അവിടെ രാത്രിയാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ പിന്നെ അതിന് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷനില്ല. അപ്പോൾ ചന്ദ്രയാൻ 2ൻ്റെ റോവറും അതുപോലെ ആയിരുന്നു അല്ലേ. നമ്മൾ പ്രതീക്ഷിച്ചു പിന്നെ ഇത്ര ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് ഓപ്പൺ ആകുന്നു, പക്ഷേ ഇതുവരെ അത് റെഡി ആയിട്ടില്ല. അതുപോലെ പല രാജ്യങ്ങളുടെ ഇത് ഒരു സൗത്ത് പോൾ ലാൻഡ് ചെയ്തിട്ട് ഒരു 7 ദിവസം ഒക്കെയാണ് എന്താണ് ഇതിൻ്റെ ഒരു മാക്സിമം പീരീഡ് എന്ന് പറയുന്നു. ഓക്കെ, ഒഡീസസ് ഈസ് ദ സെക്കൻഡ് പ്രൈവറ്റ് മിഷൻ ആഫ്റ്റർ പെരിഗ്രീൻ ലാൻഡർ മിഷൻ വിച്ച് ഹാസ് ബീൻ ഫെയിൽഡ്. അമേരിക്കയുടെ രണ്ടാമത്തെ പ്രൈവറ്റ് ദൗത്യമാണിത്. ഒന്നാമത്തെ പ്രൈവറ്റ് ദൗത്യം പെരിഗ്രീൻ ലാൻഡർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം വിട്ട അടുത്തതാണ് ഒഡീസിയസ് ലാൻഡർ എന്ന് പറയുന്നു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അടുത്ത ഭാനു അത്തയ്യ ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ആൻ ഓസ്കാർ അവാർഡ് വൺ ദ അവാർഡ് ഫോർ എക്സലൻസ് ഇൻ. അതായത് ഭാനു അത്തയ്യ ഈ പേര് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ആദ്യമായി ഒരു ഓസ്കാർ എത്തിയത് ഭാനു അത്തയ്യയിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഭാനു അത്തയ്യ ഏത് മേഖലയിലാണ് കഴിവ് തെളിയിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇത്രയാണ് ഓപ്ഷൻസ്. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ആൻസർ കോസ്റ്റ്യൂം ഡിസൈനിങ് എന്നുള്ളതാണ് കേട്ടോ. കോസ്റ്റ്യൂം ഡിസൈനിങ്ങിലാണ് ഭാനു അത്തയ്യ ഓസ്കാർ നേടിയിട്ടുള്ളത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കോളൂ. ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഓസ്കാർ ഭാനു അത്തയ്യ ഇൻ ദ ഇയർ 1980. 1983 ഭാനു അത്തയ്യക്ക് എന്ത് കിട്ടുന്നത്, ഓസ്കാർ ലഭിക്കുന്നത്. ഭാനു അത്തയ്യ ഗോട്ട് ദ ഓസ്കാർ ഫോർ ദ ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ ഫോർ ദ ഫിലിം ഗാന്ധി ബൈ റിച്ചാർഡ് ആറ്റൻബറോ. റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമയിൽ ഈ വസ്ത്ര അലങ്കാരത്തിനാണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനറിനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത്. ഓക്കെ, അതർ ഇന്ത്യൻസ് ഹു വൺ ഓസ്കാർ അവാർഡ്സ്. ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടുള്ള മറ്റു ആൾക്കാരെ നോക്കിയുള്ളൂ. സത്യജിത്ത് 1992 അദ്ദേഹത്തിന് എന്താണ് ഓണററി ആയിട്ടാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. അതായത് ബംഗാളി സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ലൈഫ് ടൈം എന്താണ് കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായി ലഭിച്ച അദ്ദേഹത്തിന് ആദരസൂചകമായിട്ടാണ് ഓസ്കാർ ലഭിച്ചത്. 1992 അടുത്ത നമുക്കറിയാം റസുൽ പൂക്കുട്ടി 2009. അതുപോലെ ഗുൽസാർ ആൻഡ് AR റഹ്മാൻ, ഈ 3 പേർക്ക് 2009 സ്ലം ഡോഗ് മില്യണയർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, ഓസ്കാർ കിട്ടിയിരുന്നത്. റസുൽ പൂക്കുട്ടി കിട്ടിയ സൗണ്ട് മിക്സിങ്ങിനാണ്. അതുപോലെ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനാണ് ഗുൽസാറിനും റഹ്മാനും കിട്ടിയത്. റഹ്മാൻ ആ ഒറിജിനൽ സോങ്ങിന് നോട്ട്സിനും ഗുൽസാറിന് ലിറിക്സിനുമാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇവർക്ക് 3 പേർക്ക് 2009 ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 2023 MM കീരവാണിക്കും അതുപോലെ ചന്ദ്രബോസിനും ഇവർക്ക് 2 പേർക്കും ലഭിച്ചത് നമ്മുടെ RRR എന്ന സിനിമയിൽ നാട്ടുനാട്ടെന്ന പാട്ടിന് വേണ്ടിയായിരുന്നു. അപ്പോൾ പാട്ട് ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിന് വേണ്ടിയാണ്. അപ്പം കീരവാണി മ്യൂസിക്കും അതുപോലെ ചന്ദ്രബോസ് ലിറിക്സും ആയിരുന്നു. അവർക്ക് 2 പേർക്കുമാണ് 2023 ലഭിച്ചത്. അതുപോലെ 2024 കാർത്തികി ഗോൺസാലസിനും ഗുനീത് മോങ്കയ്ക്കുമാണ് ലഭിച്ചത്. അത് ബെസ്റ്റ് ഡോക്യുമെൻ്ററി, അതായത് ദ എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറയുന്ന ബെസ്റ്റ് ഡോക്യുമെൻ്ററി എന്ന കാറ്റഗറിയിൽ 2024 അവർക്ക് 2 പേർക്കുമാണ് ഓസ്കാർ ലഭിക്കുന്നത്. അങ്ങനെ ഇത്രയും പേർക്ക് ഓസ്കാർ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇനി ബാലൻസ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.